സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു HRK ഗെയിമിംഗ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രാനി കംപ്ലീറ്റ് ആക്കാനാണ്. നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയല്ലോ ഭായ്. മൾട്ടിപ്ലെയർ ആയിട്ട് നമ്മൾ കളിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ ഇന്ന് ഞാനത് കംപ്ലീറ്റ് ആക്കിയിരിക്കും. അപ്പോൾ കുറച്ച് കാലം വീഡിയോ വന്നിട്ടെന്ന് അറിയാം. അപ്പോൾ ഇന്ന് എന്തായാലും കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ ആയിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്. ഗ്രാനിയിലെ ദൈവം എന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അതുകൊണ്ട് ഈ ഗ്രാനി വണ്ണൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളാണ്. പേടിയില്ലാത്തത് കൊണ്ടേ നമുക്ക് വലിയ സീനില്ല. പേടി നമ്മളെ വിഡ്ഢികളാക്കും ഗൈസ്. ഗ്രാനി 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 I don't like it. I avoid. But ഗ്രാനി ഗ്രാനി likes me. I can't avoid. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് വെറുതെ ഒരു അവതാറാണ് ഗൈസ്, ഒരു ഗെയിം ക്യാരക്ടർ, അത്രയേ ഉള്ളൂ. ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ട് ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് നമുക്ക് നേരെ അവിടെ കൊണ്ടാക്കാം. എടാ, ഗ്രാനി മുകളിലാന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. ഓക്കെ, ഒരു പാർട്ട് കിട്ടി. ഇവിടെ കട്ടിങ് പ്ലെയർ ഉണ്ട്, ചെയിൻ കട്ടർ ഉണ്ട്. ഇത് നമുക്ക് വയറ് മുറിക്കാം. ഗ്രാനി ഇല്ല ഗൈസ്, ഇപ്പം തന്നെ അങ്ങോട്ട് നടന്നു പോയി, അതുകൊണ്ട് ഇനി വരില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് കട്ട് ചെയ്യാം. നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അതാണ് കുറച്ചും കൂടി സിമ്പിൾ എല്ലാത്തിനേക്കാളും. കാർ എസ്കേപ്പിന് നമ്മൾ കുറേ ട്രൈ ചെയ്തു. കാർ എസ്കേപ്പിനുള്ള ഷോട്ട് ഗണ്ണിനെ പാർട്ട് കിട്ടിയടാ. അപ്പോൾ ഇതുകൊണ്ട് കൊണ്ടുവച്ചിട്ട് തള്ളാനെ തീർക്കാൻ പറ്റില്ല, കാരണം തള്ളയ്ക്ക് ഇനി ഒരെണ്ണം കൂടി വേണം. തള്ളക്കല്ല, തോക്കിന്. ഇവിടെ ഞാനുണ്ടെങ്കിൽ സെറ്റായി. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവൂടാ. വെപ്പൺ കിട്ടി. എൻ്റെ അറിയാം, ഇത് തുടക്കം തന്നെ നമ്മൾ അറിയാലോ, പ്രോ തുടക്കം. നമുക്ക് ആദ്യം പോയി തള്ളേനെ തീർക്കാം. എൻ്റെ മോനെ, ഇത് സിമ്പിളാക്കി നമുക്ക് കളി. ഓക്കെ, വെപ്പൺ കീൻ്റെ വഴിയൊക്കെ മനസ്സിലായി, അറിയാലോ. ഞാൻ ബ്ലൂ പ്രിൻ്റൊക്കെ പഠിച്ചു. പക്ഷേ കിട്ടി. ഇനി തള്ളാനെ ഇങ്ങോട്ട് വിളിക്കണം. ചേച്ചി എന്താ വരാത്ത ചേച്ചി. എത്ര ദിവസമായിരുന്നു ഇങ്ങനെ ഒന്ന് കൊന്നിട്ട്. ഓക്കെ, ഇവിടെ മറ്റേ ബുക്ക് ഇരിക്കുന്നുണ്ട്, ഇത് നമുക്ക് കൊണ്ടേക്കാടാ. ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മറ്റേ സ്പൈഡർക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഈ ലിവർ വലിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, ഇത് വലിയ സീനില്ല. ഇതേ തള്ളയല്ല അടിയില്ല സ്പൈഡർ ഗൈസ്. ഇവിടെ ഒന്നുമില്ലടാ. ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ട് അവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്രാങ്ക് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. പിന്നെ അവിടെ പെയിൻറ്റിങ് ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കാക്കയ്ക്കുള്ള തീറ്റയാണ്. എന്തായാലും നമുക്ക് ഇതെടുത്ത് ഷോട്ട് ഗണ്ണ് പാർട്ട് എന്തായാലും നമുക്ക് എടുത്ത് വിടാം. ഷോട്ട് ഗൺ കംപ്ലീറ്റ് ആയി. ഷോട്ട് ഗൺ പോലെ തന്നെ നമുക്ക് വെപ്പണും കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കണം. പ്ലേ ഹൗസ് കീ, അത് വലിയ ആവശ്യമില്ല, അതിവിടെ കിടന്നോട്ടെ. തള്ള വരാറായിട്ടുണ്ട്, അതും നമുക്ക് ചെയ്യാം. ഓക്കെ, തള്ളക്ക് മുൻകൂർ ആയിട്ട് നമ്മൾ കുറച്ച് വെപ്പണൊക്കെ അവിടെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെ തള്ള വന്നാലോ. ഓക്കെ, ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഷോട്ട് ഗൺ കംപ്ലീറ്റ് ആയി. ഇനി ഇതെടുത്തിട്ട് എങ്കിലേ നമുക്ക് ഇത് വെച്ച് തന്നെ തള്ളാനെ തീർക്കാം. ഷോട്ട് ഗൺ കൊണ്ട് കില്ല് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. എന്തായാലും തള്ളപ്പോൾ റീസ്പോൺ ആയിട്ടുണ്ടാവും. കറക്റ്റ് ടൈം. തള്ളതേ അങ്ങോട്ട് വരുന്നുണ്ട്. പാവടാ. ഓക്കെ, തള്ളാനെ തീർത്ത്. ഇനി നമുക്ക് നേരെ മോളിൽ പോവാം. നമ്മൾ ഇപ്പോൾ സേഫാണ് ഗൈസ്. കണ്ട, ഈ ഒരു വഴിയിലാണ് ഗൈസ് നമുക്ക് സ്പൈഡർ, മറ്റേ ഗ്രാനി സ്പൈഡർ ഉള്ളത്. നമുക്ക് ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഓക്കെ, കിട്ടി. നമ്മൾ മൾട്ടിപ്ലെയർ കളിച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടി അറിയാം ഗൈസ് നമുക്ക്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എന്ത് കീയാണ് കിട്ടുക എന്നറിയില്ല. പാറ്റ് ലോക്ക് അപ്പം നമുക്ക് എന്തായാലും
ഡോർ എസ്കേപ്പ് തന്നെ ചെയ്യണം. ഡോർ എസ്കേപ്പിന് ഇപ്പോൾ ഉള്ള ചെയിൻ കട്ടർ കിട്ടി, പിന്നെ അതേ പാഡ്ലോക്ക് കിട്ടി, പിന്നെ ഈ ഹാമറും കൂടി വേണം. ഓക്കെ ഗൈസ്, നമ്മൾ ചെയിൻ കട്ടറും ചെയ്തിട്ടുണ്ട്, അത് വയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാമർ എവിടെയുള്ളതെന്ന് എനിക്ക് ഏതാണ്ട് അറിയാം, സ്ഥലങ്ങൾ ഇതിലുണ്ടാവുമെന്നറിയില്ല, നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്തൊക്കെ. പ്ലേ ഹൗസിനുള്ളതാണ് ഇവിടെ. ഇവിടെ ഹാമർ അവിടെ ഉള്ളത്, ഇവിടെ ഹാമർ ഉറപ്പാണ്. എനിക്ക് ഓർമ്മ വന്നു, കണ്ട അവിടെ ഹാമർ ഉണ്ട്, ഇതുണ്ട്. ഇതെന്ത് മാങ്ങത് ഓക്കെ. ഇത് ഭയങ്കര നമുക്കും ഡേഞ്ചറാണ് ഗൈസ്. ഇത് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടെ കൊണ്ടിടാം. എവിടെ നമ്മൾ എപ്പോഴും ഇരിക്കുന്ന ഭാഗത്ത്. അത് നമ്മൾ ഗ്രാനി എപ്പോഴും അവിടെ വന്ന് വീഴുമല്ലോ, ഇത് നമുക്ക് ഗ്രാനിയുടെ ശല്യം ഒഴിവാകും. ഓക്കെ, ഇത് ഇവിടെ ഇടാം. അങ്ങനെ ഈ ഗ്രാനി ശബ്ദം കിട്ട് വന്നാലോ. ഇതാ ഗ്രാനി വന്നടാ. ഓ കഷ്ണങ്ങളായി, ഇതേ തല. ഓക്കെ, അപ്പം ഗ്രാനിയുടെ ശല്യം അങ്ങനെ ഒഴിവായി. ഓ ഹാമർ ഇട്ടിങ് ഇത് വെച്ചാൽ വാല ഓർക്കാം. എടാ ഇത് ഇവിടെ ഇങ്ങിട്ടിട്ട് കാര്യമില്ല, ഇവിടെ നിന്നാണ് കുറച്ചും കൂടി നല്ലത്. എൻ്റെ പൊന്നെ ഇത് എന്തിനാ അത് ശല്യം? ഒരു ശല്യത്തിന് തീർക്കാനായി ഇതെടുത്തത്, ഇതിപ്പോ ഒരു ശല്യമായി. നീ എന്ത് തേങ്ങയായി പറയുന്നത്? എനിക്ക് മൾട്ടിപ്ലെയർ ഇത് കുറേ ആശയം വർക്കാ, ഇപ്പോൾ ഒരു ആശയം വർക്കാണുള്ളൂ. ഓക്കെ, ഇത് വെച്ചിട്ട് ഇനി പോകാൻ പറ്റുമോ? ഓ ഇനി മാസ്റ്റർ കീയും കൂടി വേണടാ, മാസ്റ്റർ കീയും കൂടി ഒപ്പിക്കാം. ഇനി ഇത് ഇവിടെ കിടക്കട്ടെ. എടാ നമുക്കിപ്പോൾ മറ്റേ തള്ള സ്പൈഡർ കീ ഉണ്ടാവും. ഓക്കെ, ഇത് ഓടിക്കുന്നുണ്ട്. പിന്നെ കാർ എഞ്ചിൻ നമുക്കിപ്പോൾ ആവശ്യമില്ല ഗൈസ്, കാരണം നമ്മൾ ഡോർ എസ്കേപ്പാണ് ചെയ്യാൻ നോക്കുന്നത്, അതുകൊണ്ട് അതിപ്പോൾ ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് പോയി തുറക്കാം. എടാ അതിന് മുമ്പ് ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. വെറുതെ സ്പൈഡർ കീയുടെ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് ഡോർ എസ്കേപ്പാണ് ചെയ്യണത്. അപ്പം അതിനാവശ്യമുള്ള മാത്രം കണ്ടെത്തിയാൽ മതി. ഇവിടെ ഉള്ളത് ഇപ്പം മീറ്റാണ്, പക്ഷേ മീറ്റ് എനിക്ക് ഒന്നും വലിയ ആവശ്യമില്ല, കാരണം എനിക്കൊന്ന് സ്പൈഡറിനെ ഷൂട്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടേക്ക് വരും മിക്കവാറും എന്തായാലും. ഈ ശബ്ദം കേട്ടിട്ട് വരും, നമ്മൾ ഇതിടുന്ന ശബ്ദം കേട്ടിട്ട് വരും, അപ്പോൾ കൊല്ലാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ റീസ്പോൺ ആയിട്ടുണ്ട്, എല്ലാം തട്ടിയിട്ടുള്ള ഒച്ചനായി കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് വന്ന് പെടും. ഓക്കെ, പെട്ട് ഇങ്ങനെ കൊല്ലാൻ ഭയങ്കര എളുപ്പമാണ്. വീണ്ടും കഷ്ണമായി. ഇവിടെ ഒന്നുമില്ലടാ. ഒരു ആഴ്ച ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്, എൻ്റെ പഴയ പാട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ സാധനം ഇല്ലാണ്ട് നിട്ടന്നല്ലേ. ഇനി ഇതുകൊണ്ട് നമുക്ക് ഇട്ട് വെക്കാം. കണ്ട ഇവിടെ ഇട്ട് ലോക്ക് ഓർമ്മയ്ക്കാം, അല്ലാണ്ട് വരും പോകാറില്ല. ഈ ക്രാങ്കാണ് ആ സ്പൈഡറിൻ്റെ അവിടേക്ക് ആവശ്യം, അപ്പോൾ ഇതും വേണമെങ്കിൽ അവിടെ കൊണ്ടിടാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്പൈഡറിൻ്റെ അവിടേക്കുണ്ട്. അതെ, ഇപ്പോൾ പോയി. ഇത് നമുക്ക് അവിടെ കൊണ്ടിടണം. അത് കുറച്ച് ടാസ്ക്കാണ്, കാരണം ഇത് കുറച്ച് സീനാണ്. ഓ ഇത് പ്രസവിച്ചതിന് സ്പൈഡർമാൻ. നിന്റെ പോക്കത്ര ശരിയല്ലല്ലോടാ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എനിക്ക് ഇതിനെ കുറച്ച് പേടിയാ, കാരണം ഇതെന്ന് പറഞ്ഞത് ഇതിനെ കൊല്ലാൻ പറ്റില്ലോ. ചില പ്രേതങ്ങളുണ്ട് തോക്കൊണ്ട് വെടിവെച്ചേരെ ചാവണ പ്രേതം, ഓൾറെഡി ചത്തിട്ട് ചാവണ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല. ഇത് എവിടെയും കൊണ്ട് കറക്കണം നമുക്ക് ഇത് വെച്ച്. ഞാനിപ്പോൾ ഇവിടേക്ക് എത്തി. ഇവിടെ ഞാനുണ്ടാ. ഇവിടെ കാർബേറ്റർ എടുക്കുന്നുണ്ട്. അപ്പം ഇതന്നെ സെറ്റ്. ഇതേ മാപ്പ് തന്നെയാണ് കഴിച്ച് നമുക്ക് മൾട്ടിപ്ലെയർ കിട്ടി. മൾട്ടിപ്ലെയർ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു ഉണ്ട്. ഇതിന് എനിക്ക് ഇവിടെ ഇല്ല. ഇതെന്താ ഇപ്പൊ പാക്ക്? ഒരു ഡേ കളഞ്ഞ് കുഴപ്പമില്ല. നമ്മൾ ഇതുവരെ ചെറിയ ഫസ്റ്റ് ഡേയിൽ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും എടാ ഗ്രാനി ആ വഴി പോയി. നമുക്കിപ്പോൾ ഞാൻ ഗ്രാനിനെ ഓടിപ്പിച്ചാണ്, വെറുതെ അല്ലെങ്കിൽ ശല്യമാണത്.
ഓക്കേ എടാ ഗ്രാനി തീർക്കാം. ഓക്കെ ഗ്രാനി. ഓ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു പ്രാവശ്യം വർക്കാവുള്ളൂ, വീണ്ടും മലച്ചിടണം. ഗ്രാനി പോണ്ട്. അതെ ഒരു പ്രാവശ്യം കൊണ്ട് നമ്മ എടുത്തിട്ട് വീണ്ടും ഇടണം. ഓ അതൊരു വലിയ പ്രശ്നമാടാ. അതുകൂടെ എടുക്കട്ടെ. ഇനിയിപ്പോൾ ഗ്രാനി വരുമ്പോൾ എനിക്ക് പറഞ്ഞാൽ പച്ച കളറാവും. ഓ കണ്ട ഗ്രാനി കയറിയപ്പോൾ അത് റെഡായി. ഓ ശല്യാണ് അതും വേർത്തെ. നമുക്ക് ഷോട്ട് ഗണ്ണ് എടുക്കാം, അതൊരു നല്ല കാര്യം തന്നെയാണ്. മറ്റേത് നോക്കാത്ത സ്ഥലത്ത് നോക്കാം. ഇനി അടിയിലാണ് നോക്കാത്ത സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു. പക്ഷെ അടിയിൽ ആ സാധനമുണ്ട്. ഓക്കെ നമ്മൾ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് നമുക്ക് അങ്ങ് പോകണം. ഭയങ്കര ശരിയാണ്. അത് പോയെന്നുണ്ടാ. അത് പോയി. നേരത്തെ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ ബാക്കിന് അടിച്ചത്. ഓക്കെ അതിവിടെ ഇല്ല, അതിവിടെ ഇല്ല. ഓ തേ നിൽക്കണ്. എൻ്റെ പൊന്നെ കുറച്ച് നേരത്തെ നമ്മൾ ഇത് ഇപ്പം പിടിച്ചേനെ. ഓക്കെ അത് ആ വഴി പോയി. ഇവിടെ നേരെ എഴുന്നേറ്റോ. ഓടിക്കോ ഓടിക്കോ. ഓ ഇത് മറ്റേ പകടാ, ഇതൊരു എസ്കേപ്പാണ്. ഓ ഓക്കെ വീണ്ടും ഏതങ്ങ് തിരിയണു. ഇപ്പുറത്ത് കൂടെ നമ്മൾ തീർന്നു. ഓക്കെ ഇനി ഇവിടെ ഏതൊരു അലമാരം ഉണ്ടാവോ? ആ ഇവിടെ അലമാരുണ്ട്. ഓ ഓ ഇത് മറ്റേ ഓ സ്പെഷ്യലിക്ക്, അതായത് മറ്റേ മുകളിലെ സ്പൈഡർ, ചെറിയ സ്പൈഡറിന്. ഓക്കെ ഇത് കൊണ്ട് നമുക്ക് നേരെ പോടാ. അതിൻ്റെ അലമാരയിൽ എന്തെങ്കിലും ഉണ്ടാവും. അതിലുള്ളത് മാസ്റ്റർ കീ ആണെങ്കിൽ നമ്മൾ ജയിച്ച്, അല്ലെങ്കിൽ അല്ല തണ്ണിമത്തനങ്ങനെ ആവും. ഓക്കെ ഗ്രാനി ഇവിടെ ഇല്ല. ഓ ഗ്രാനിനെ തട്ടണമെങ്കിൽ അതൊരു ശല്യമാണ്. എന്നാലും കുഴപ്പമില്ല. ഇത് ഇട്ടിട്ടേ ഇതിങ്ങോട്ട്. ഇപ്പൊ ഗ്രാനിയോട് ഒച്ചയിട്ട്. ഓ വരല്ലേ വരല്ലേ വരല്ലേ. ഓ എന്നെ എന്നാ ചെയ്യലേ. അയ്യോ അയ്യോ. അപ്പം ഉണ്ടാതെ ശല്യം. 2 ശല്യത്തിന് ഇടപെട്ടല്ലോ ഞാൻ. ഗ്രാനിത അങ്ങോട്ട് പോണ്ട്. അവിടെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ അടിക്ക് ഓടാം. ഓക്കെ ഗണ്ണറിയിലോടെയാ, അതത്രേ ഉള്ളൂ. ഓക്കെ ഗ്രാനി മിക്കവാറും ഇപ്പോൾ വരും. ഒച്ച ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം എന്തായാലും ഇങ്ങോട്ട് വരും. ആ വന്ന് 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 ദേടി മാങ്ങാമോറി. എനിക്ക് എന്താടി ഞങ്ങളത് ഫ്രീസ് ചെയ്യുമ്പോൾ ഒരാള് ഫ്രീസ് ആയി നിൽക്കുമ്പോൾ അവളൊന്ന് അടിക്കണത്. ഓക്കെ ആ ശല്യം തീർന്നു. ഇനി നമുക്ക് മോളിൽ പോയിട്ട് മറ്റേ സ്പൈഡറിനെ വെടിച്ചിടണ. അത് എനിക്ക് കുറച്ച് പേടിയാണ്. ഓക്കെ ഇത് എന്നിട്ട് സ്പൈഡർ അവിടേക്ക് പോവാം. ഓക്കെ അതിപ്പോൾ പോകണ്ട, നമുക്ക് തോക്കെടുക്കാം. ഓക്കെ ആദ്യം ഹാമർ എടുത്തിട്ടേ മറ്റേ സ്ലെൻഡറിനയുടെ അവിടെ ഡോറുണ്ടാ അത് തുറക്കണം. അത് എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. അത് തുറന്നിട്ട് നമുക്ക് സ്പൈഡറിനെ അടയ്ക്കുക. ഗ്രാനിങ് 2 മിനിറ്റ് നമ്മൾ ഒഴിവാക്കി. അത്ര പെട്ടെന്ന് അതുകൊണ്ട് വരില്ല ശല്യങ്ങളെ. ഓക്കെ ഇതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വിടണം. ഇതിൻ്റെ ആവശ്യമുണ്ട് മുകളിൽ മറ്റേ ജയിലിൻ്റെ അവിടെ. ഇതേ ഇവിടെ ഇടാം. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഗ്രാനി അഥവാ വല്ല ഒച്ചയിട്ട് അങ്ങനെ വരാണെങ്കിലോ. ഓക്കെ ഇത് ഒരെണ്ണം പൊളിച്ച് മാറ്റാൻ മതി തോന്നുന്നു. ഇതിവിടെ വയ്ക്കാം. ആ ഇതിൻ്റെ ഉള്ളിൽ, ഓ ഇതിൻ്റെ ഉള്ളിൽ കാർക്കിണ്ടാ. ഓ അപ്പോൾ കാറിൻ്റെ ഡിക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റും. ഓക്കെ ഇതിവിടെ ഇടാം. എന്താടാ നോക്കുന്നേ? എറണാകുളത്തുനിന്ന് കോഴിക്കോട് ഇത്രയും പെട്ടെന്ന് ഞാൻ എങ്ങനെ എത്തിയെന്നാണ് ആലോചിക്കുന്നത്. MG റോഡിന് എയർപോർട്ടിലേക്ക് 3 മിനിറ്റ്, എറണാകുളം എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ 5 മിനിറ്റ്, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ജീപ്പിൽ ഇങ്ങോട്ട് എത്താൻ വെറും 2 മിനിറ്റ്. ആകെ മൊത്തം 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ എത്തിയത് കണ്ടോ? ഇതിങ്ങനെ എത്ര പെട്ടെന്ന് എത്തി. അയ്യോ അത് നോക്കിയാണ്ട. അയ്യോ ആ നോട്ടത്തില് പേടിയല്ല, ട്രാപ്പ് ഇട്ട് പോണ്ടായ കാലി. ഓക്കെ ശല്യം പോട്ടെ. പോയി
ഓക്കെ. അയ്യോ അവിടെ നിൽക്കണ്ട്. ഓ ബീജിയം. അപ്പോൾ കണ്ട് തള്ള വീണ്ടും പോയി ഇത് തട്ടിയിട്ട് ഒച്ച ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ വിളിച്ചിരിക്കുക. ഇത് വഴി ചാടണോ? വേണ്ട, റിസ്ക് വേണ്ട. ഗ്രാനി വരുന്നില്ലടാ. ഒന്നുകൂടി ഇതിട്ടിട്ട് ഒച്ച ഉണ്ടാക്കാൻ. ഓ ടച്ചാവില്ല. എടാ ചെറിയമ്മയുടെ പല്ലുവേദന മാറിയൂടാ. പോടാ. ഡേ 4 ആടാ. ഓക്കെ. ഗ്രാനി നമ്മ നേരത്തെ വെച്ച് ട്രാപ്പിൽ ഇപ്പോഴാണ് പെട്ടത്. ഇതേ കഷ്ണയൊക്കെ എടുക്കണു. നമ്മൾ നേരത്തെ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഉപകാരമാണ്. ഇതവിടെ ഇട്ടു. ഇതെടുത്തിട്ട് നമുക്ക് ജയിലിൻ്റെ അവിടേക്ക് പോകണടാ. അത് കട്ടയാണ് അവിടെ ലോയറ. ഓക്കെ. ഇതിനിടെ കയറിയ പെടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ മൾട്ടിപ്ലെയറിലൊന്ന് പെട്ടായിരുന്നു. ആടാ ഗേറ്റ് അടഞ്ഞു. ഇത് കട്ട് ചെയ്തോണ്ട് വലിയ സീനാവുന്നു. എടാ ഹാമർ വേണമെന്നുണ്ടാ. ഹാമർ ഞാൻ കൊണ്ടുവന്നില്ല. ഇനിയിപ്പോൾ ഗ്രാനി ഒന്ന് തല്ലിക്കൊല്ലേണ്ടി വരും മൾട്ടിപ്ലെയറിലെ പോലെ തന്നെ. ഷിറ്റ്. എടാ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാനി വരണം. ഓക്കെ. ഗ്രാനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. ആ ട്രാപ്പിൽ ഇപ്പോഴാണ് ഗ്രാനി പെട്ടത്. വീണ്ടും 120 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അവനെ കുത്തിയ കുഴിയിൽ അവനെ വീണു. എടാ ഇതെന്താ അവിടെ തിളങ്ങണേ? ഓ ആണി കഴിക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ പെട്ടുകൊടുത്തനെ ഗ്രാൻഡോടക്ക്. നമ്മളെ ദൈവം രക്ഷിച്ചറാ. ദേ അവിടെ കഷ്ണമാണ്. ഇപ്പാണ് കഷ്ണമാണത്. നമുക്ക് വേഗം റഞ്ച് എടുത്തിട്ടേ നമുക്ക് കൊണ്ടുപോവാം. നമുക്ക് മിക്കവാറും കാർ എസ്കേപ്പ് ചെയ്യാം. ഓക്കെ. ഇതോടെ എടുക്കട്ടെ. നമ്മൾ എൻജിൻ കണ്ടിരുന്നോടാ. എൻജിനും കൂടി എടുക്കാം. ഓക്കെ. എൻജിൻ കിട്ടി. ഓക്കെ. ഇതിങ്ങോട്ട് വെക്കുക. പിന്നെ നമ്മളെ കാർ ബാറ്ററി നമ്മൾ നേരത്തെ ഇട്ടുണ്ടായി അത്. പിന്നെ റഞ്ച്. ഓക്കെ. ഗ്രാനി വേണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ടാണെങ്കിലും നമ്മൾ ഗ്രാനി തന്നെയാണ്. ഗ്രാനി തന്നെയാണ്. ഓക്കെ. ഗ്രാനി ഇപ്പോൾ ഇവിടെ ഇല്ല. ഗ്രാനി പോയിട്ടാ. നമുക്ക് ഇല്ല. ഓക്കെ. കണ്ട ഗ്രാനി പോയി. നമുക്ക് പോയി തോക്കെടുക്കാം. ഓക്കെ. ഇനി ഗ്രാനിനെ വിളിക്കണടാ. തീർക്കണം. വന്ന് ചത്തില്ല. കഷത്തിനടിക്കട പോടാ. അയ്യേ പേടിക്കാതിരുന്നാ മതി. ജസ്റ്റ് ഗെയിം അവതാരണം. എന്തിനു പേടിക്കണം? ഇവിടെ ഉള്ളച്ചുണ്ടാവും. തീർക്കുക. സിമ്പിൾ. പറന്ന് കാലൊക്കെ ഓർത്തേക്ക് വന്ന്. അപ്പോൾ കാർക്കി ഇവിടെ ഉണ്ട്. കാറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. മെലൻ മുറിക്കപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കീ ഉണ്ടാവും. ഓക്കെ. ഇനി സെറ്റടാ. എന്താ? സ്പാർക്ക് പ്ലഗ്. യെസ്. കാർ എസ്കേപ്പ് ചെയ്യാടാ. നിക്ക്. ഗ്യാസ് ഓയിലിന് ഇവിടെ ഉണ്ടെങ്കിൽ മിക്കവാറും കണ്ടാ. ഇത് നമ്മുടെ മൾട്ടിപ്ലെയറിൽ അതേ മാപ്പാണ്. അതൊന്നും സീനില്ല. ഇതെടുക്കാം. ഓക്കെ ഗൈസ്. ആദ്യമായിട്ട് നമ്മുടെ കാറിൽ ഗ്യാസ് ഇറക്കാൻ പോകണം. ഇതുവരെ എൻ്റെ ഗെയിമിങ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ. സ്പാർക്ക് പ്ലഗ്. ഓക്കെ. ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇനി കാർക്ക് എടുക്കാൻ പോവാ. സിമ്പിൾ. ഗേറ്റ് ഇടിച്ചാൽ മതി തോന്നുന്നു. ഓക്കെ. ഗ്രാനിയുടെ വിജയം കണ്ടാ. ഗേറ്റ് തുറക്കണം എന്ന് തോന്നുന്നു. അല്ലാണ്ട് പൊളിയില്ല. ഗ്രാനി മിക്ക ഉറപ്പ് വരും.
എന്താണ് കണ്ട പാഡ്ലോക്ക് വേണം മാങ്ങ. ഗ്രാനിനെ തീർക്കണടാ, വലിയൊരു ശല്യമായി മാറിയത്. ഗ്രാനി ഒന്ന് ഇറങ്ങി, നീ പോ. ഇങ്ങനൊരു മൊരട്ടി സെറ്റ്. നമുക്ക് നേരെ മോളിക്ക് പോടാ. ഓക്കെ, ഇനി ഗണ്ണെടുത്തിട്ട് നമുക്ക് സ്പൈഡറിനെ കൊല്ലാം. ഓക്കെ, സ്പൈഡറിനെ മീറ്റ് നമുക്ക് കിട്ടി, പക്ഷെ മീറ്റ് കൊണ്ട് കൊല്ലുന്ന എനിക്ക് അത്ര ഇതില്ല. ഗൺ ഷോട്ട് തന്നെയാണ് കുറച്ചുകൂടി ഭേദം. പക്ഷെ മൾട്ടിപ്ലെയർ നമ്മൾ 2 ദിവസം കളഞ്ഞ് ഷോട്ട് നിന്നിട്ട് എനിക്ക് സാധനം അടുത്ത് വരുമ്പോൾ അതാണൊരു പേടി. പേടിയല്ല, ഒരു ഭയം. ഭയം. ഓക്കെ, നമുക്ക് ഇപ്പോൾ വീൽ ഇത് കിട്ടി, കിണറിൻ്റെ ഇത് കൊണ്ടൊക്കെയാ. ഓക്കേടാ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല സാധനം കിട്ടിയാൽ മതി. ഇതെന്താ കോക്ക് വീലാ? ഇത് മറ്റേ ഇത് ഒരെണ്ണം കൂടി മറ്റേ കാക്കയുണ്ട്. എടാ തള്ളനെ കൊന്നിട്ട് നമുക്ക് പ്ലേ ഹൗസിനുള്ള എല്ലാം ആയിട്ടുണ്ട്. ഒരെണ്ണം കാക്കയുണ്ട്, ഒരു വീല്, പിന്നെ കീ അവിടെ ഇട്ടുണ്ട്. നമ്മെ സെറ്റാണ്. കണ്ട, ഇത് കാക്കയുടെ തീറ്റ എടുത്തിട്ട് കാക്കയ്ക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇത് വിട്ട് കഴിഞ്ഞാൽ കാക്ക ഇങ്ങോട്ട് വരും. വന്ന് ഇതായിരിക്കണ്. ഓക്കെ, ഇപ്പോൾ 2 ഇതായി. ഇനി പ്ലേ ഹൗസ് കീ വേണം. പ്ലേ ഹൗസ് കീ എടുക്കാം. നമ്മൾ നേരത്തെ ആവശ്യമില്ല ഇട്ടുണ്ടായി. ഓക്കെ ഓക്കെ, തുറക്കുക. 1 2. ഇതെന്താ? റെസ്റ്റി പാഡ്ലോക്ക്. ഇതാണോ ഇനി നമുക്ക് കാറിനോട് ആവശ്യം? ഇതാണോ ഇവിടെ ആവശ്യം? ഇതല്ലടാ, ഇതല്ല. ഇത് അടിയിൽ എസ്കേപ്പിനുള്ളതാടാ. ഇപ്പം നമുക്ക് കിട്ടിയതേ അടിയിൽ എസ്കേപ്പിനുള്ളതാ. തള്ള വീണ്ടും റീസ്പോണായി. വയ്യേ, വെറുദോശനാണ് വീണ് കളിക്കണടാ. ഇനി നമുക്ക് സാധനങ്ങൾ കണ്ടുപിടിക്കാടാ. എസ്കേപ്പിനുള്ളത് ഇത് ആവശ്യമാണ്. പിന്നെ ഇത് സ്റ്റിക്ക് ആവശ്യമാണ്. പിന്നെ ഈ കീ ആവശ്യമാണ്. പിന്നെ അത് ഈ സ്ക്രൂ ഡ്രൈവർ. പൈസ അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് മറ്റേ സ്ഥലത്ത് കൊണ്ടുപോകണം. അവിടെ ഒരു സ്ക്രൂ തുറക്കണ്ടായി, അതാദ്യം ഒന്ന് ട്രൈ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സ്ക്രൂ അത് തുറന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ. നമ്മൾ ജയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം ഗൈസ്. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല. ശുഭപ്രതീക്ഷ. ഓക്കെ, പക്ഷെ ആ വഴി ഏതാണെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് കുറച്ച് ഈ സാധനത്തിൻ്റെ കുറച്ച് പേടിയുണ്ട്. എടാ നടന്നു ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടെ എവിടെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് വാങ്ങ ഓക്കെ, അത് പോയി ഒന്ന് ഓടിക്കോടാ. അതെ ഇതാണ് സ്ഥലം. ഇത് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. കാർ കീ കിട്ടിയല്ല, മറ്റേ പാഡ്ലോക്ക് കീ കിട്ടിയാൽ മതിയായിരുന്നു. കീ മാസ്റ്റർ കീ. ഡോർ എസ്കേപ്പ്. യെസ്, ഓക്കേടാ, ഡോർ എസ്കേപ്പ് ചെയ്യാടാ. ഫൈനലി ഇതിന് മതിയായിരുന്നു. ഡോർ എസ്കേപ്പിന്, കാർ എസ്കേപ്പിന് ഒരു ഗെയിമിന് മതിയായിരുന്നു. തള്ളേനെ തട്ടല്ലേ നമുക്ക് മര്യാദക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അടയ്ക്ക. യെസ് ഗൈസ്, എൻ്റെ കുറേ കാലത്തെ പ്രയത്നമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നീ കീ എടുത്തിട്ട് നമുക്ക് ഡോറിനോടെ കൊണ്ടൊക്കെയാടാ. ഫസ്റ്റായിട്ട് എസ്കേപ്പായി. യെസ്, എത്ര വർഷം ഇതൊക്കെ കണ്ടിട്ട്. കം ബാക്ക്.
എന്തൊരു സന്തോഷം. യെസ് ഗൈസ്, ദ എൻഡ്. ഓ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ചാനൽ സബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ നാട് വിട്ടേ കാടേറും രാമലീല.